അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ആത്മമിത്രവും മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജ്റ വേളയിൽ 3 പകലും 3 രാത്രിയും ഒളിവിൽ കഴിഞ്ഞ സ്ഥലമാണ് സൗർ ഗുഹ. ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ജബൽ സൗർ എന്ന മലയിലാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. സൗദി ഭരണകൂടം ഈ ചരിത്രപ്രധാനമായ പർവ്വതം ഇടിച്ചു നിരത്തി അവിടെ വമ്പൻ ഹോട്ടലുകൾ പണിയാൻ പോകുന്നുവെന്നതാണത്. ഇതിനായി വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങളാണ് അവിടെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ മലയിൽ വച്ച് നടന്ന പ്രവാചകന്റെ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മുത്തുനബിയോടുള്ള സ്നേഹത്താൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിഷൻ 2030യും ജബൽ സൗറും. സൗദി അറേബ്യയുടെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ജബൽ സൗറിലെ പാറക്കൂട്ടങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ തകൃതിയായി നടക്കുകയാണ്. 2030ഓടെ ഈ മല പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ വലിയ ഹോട്ടലുകളും മറ്റും പണിയാനാണ് പദ്ധതിയിടുന്നത്. നിലവിൽ അവിടെ സന്ദർശിക്കുന്നവർക്ക് കാണാം, നിരവധി ക്രെയിനുകളും ബുൾഡോസറുകളും രാപ്പകൽ ഭേദമന്യേ അവിടെ പണിയെടുക്കുന്നുണ്ട്. കാബയെ ഒരു ആരാധനാലയം എന്നതിലുപരി ഒരു ബിസിനസ് കേന്ദ്രമായിട്ടാണ് സൗദി ഭരണകൂടം കാണുന്നത് എന്ന് പലരും വിമർശിക്കുന്നു. എണ്ണയിൽ നിന്നുള്ള വരുമാനം നിലച്ചാലും ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം നിലനിൽക്കുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ടാണ് കാബയ്ക്ക് ചുറ്റും വൻകിട ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും നീന്തൽക്കുളങ്ങളും പടുത്തുയർത്തുന്നത്. സൗദി ഭരണകൂടത്തിന് ജബൽ സൗർ വെറുമൊരു മല മാത്രമായിരിക്കാം, എന്നാൽ വിശ്വാസികൾക്ക് അത് വികാരമാണ്. ഹിജ്റയുടെ ഓർമ്മകൾ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണിത്. ഈ മലയുടെ മുകളിലേക്കാണ് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ തൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് കയറിയത്. ഇന്നും കയറാൻ പ്രയാസമുള്ള ഈ മലമുകളിലേക്ക് അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെയും കൊണ്ട് കയറിയത് എത്രമാത്രം ത്യാഗപൂർണമായിരിക്കും. മക്കയിലെ ശത്രുക്കൾ പ്രവാചകന്റെ തലയ്ക്ക് വിലയിട്ട സമയമായിരുന്നു അത്. ശത്രുക്കൾ മക്ക മുഴുവൻ അരിച്ചുപെറുക്കുമ്പോൾ പ്രവാചകൻ അല്ലാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുകയായിരുന്നു. അല്ലാഹു തന്റെ പ്രവാചകനെ ശത്രുക്കളിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ചു. ഹിജ്റയുടെ ദിവസം പ്രവാചകന്റെ വിരിപ്പിൽ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവായിരുന്നു കിടന്നുറങ്ങിയത്. പ്രവാചകനെ തിരക്കി വന്ന ശത്രുക്കൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഉപേക്ഷിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് അബൂജഹൽ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ ഉപദ്രവിച്ചു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ യാത്രയ്ക്കായി 2 ഒട്ടകങ്ങളെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഗുഹയിൽ കഴിഞ്ഞിരുന്ന ദിവസങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയും ആടുകളെ മേയ്ക്കുന്ന സേവകനായ ആമിർ ബിൻ ഫുഹേറയും അവർക്ക് വേണ്ട ഭക്ഷണവും പാലും എത്തിച്ചു നൽകി. ഗുഹയിലെ അത്ഭുതം. പ്രവാചകനെ തേടി ശത്രുക്കൾ ഗുഹയുടെ വാതിൽക്കൽ വരെ എത്തി. ഇത് കണ്ട് ഭയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഇബ്രാഹിം നബിയെ തീയിൽ നിന്നും, യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും, മൂസാ നബിയെ കടലിൽ നിന്നും രക്ഷിച്ച അല്ലാഹു നമ്മളെയും കാക്കുമെന്ന് അവിടുന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു ചിലന്തി ഗുഹയുടെ കവാടത്തിൽ വലകെട്ടുകയും പ്രാവുകൾ കൂടുകൂട്ടുകയും ചെയ്തു. ഇത് കണ്ട ശത്രുക്കൾ ആരും അകത്ത് കയറിയിട്ടില്ലെന്ന് കരുതി തിരിച്ചുപോയി. പ്രവാചകനെ പിടിച്ചു തരുന്നവർക്ക് 100 ഒട്ടകങ്ങളെ പാരിതോഷികമായി പ്രഖ്യാപിച്ചതിനാൽ മക്കക്കാർ എല്ലാവരും തിരച്ചിലിലായിരുന്നു. സുറാഖ ബിൻ മാലിക്കും അത്ഭുതവും. 3 ദിവസത്തിനു ശേഷം പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് യാത്ര തിരിച്ചു. ഈ സമയം 100 ഒട്ടകങ്ങളെ മോഹിച്ച് സുറാഖ ബിൻ മാലിക് എന്നയാൾ കുതിരപ്പുറത്ത് ഇവരെ പിന്തുടർന്നു. പലതവണ ശകുനം നോക്കിയിട്ടും പോകരുത് എന്ന സൂചനയാണ് ലഭിച്ചെങ്കിലും അത് വകവയ്ക്കാതെ സുറാഖ പ്രവാചകന്റെ അടുത്തേക്ക് കുതിച്ചു. എന്നാൽ പ്രവാചകന്റെ അടുത്തെത്താറായപ്പോൾ സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണ്ണിൽ പൂണ്ടുപോയി. ഭയന്നുപോയ സുറാഖ പ്രവാചകനോട് മാപ്പപേക്ഷിച്ചു. കാരുണ്യവാനായ പ്രവാചകൻ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. നശിപ്പിക്കപ്പെടുന്ന ചരിത്രശേഷിപ്പുകൾ. സൗദി അറേബ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വികസനത്തിന്റെ പേരിൽ മക്കയിലെയും മദീനയിലെയും ഇസ്ലാമിക ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം മക്കയിലെ 95% ചരിത്ര സ്മാരകങ്ങളും ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പ്രവാചകൻ ജനിച്ച വീട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഇപ്പോൾ ഹിൽട്ടൺ ഹോട്ടലാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. ഇത്തോളം പലതും തകർക്കപ്പെട്ടു.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ തീർത്ഥാടകർക്കുള്ള ശൗചാലയങ്ങൾ പണിഞ്ഞിരിക്കുന്നത് എന്നത് ഹൃദയഭേദകമാണ്. ഉഹദിൽ വെച്ച് പ്രവാചകന്റെ പല്ല് ഷഹീദായ സ്ഥലം, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി, ഉസ്മാനിയ കാലത്ത് നിർമ്മിച്ച അജിയാദ് കോട്ട തുടങ്ങിയവയെല്ലാം വികസനത്തിന്റെ പേരിൽ ഇല്ലാതാക്കപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ചരിത്രത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കാൻ വലിയ പ്രാധാന്യം നൽകുമ്പോൾ വികസനത്തിന്റെ പേരിൽ സ്വന്തം ചരിത്രത്തെ മായ്ച്ചു കളയുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. ഉസ്മാനിയ ഭരണകാലത്ത് മക്കയും മദീനയും ആദരിക്കപ്പെട്ടതുപോലെ മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ചരിത്രം സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.